പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം. നന്മയുടെ സമ്മാനം, നന്മയുടെ സ്വരമായി ഉയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. Voice of Goodness Season 3. നമുക്ക് ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? പോളിച്ച സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. മനോജേട്ടാ സ്വാഗതം. സിസ്ലി സ്വാഗതം വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക്. ഗുഡ്നസ് ബാൻഡിനെയും കൂടി നമുക്ക് വെൽക്കം ചെയ്യാം വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. ആദ്യത്തെ കണ്ടസ്റ്റന്റ് നമുക്ക് ക്ഷണിക്കാം, ആഗ്നസ് ജിജു. ഹലോ ആഗ്നസ്. മോളിപ്പോ സെമി ക്ലാസിക്കൽ റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. ഏതാ പാട്ട്? കാവൽ വിളക്കെ കാരുണ്യരൂപനെ. ഓക്കെ, ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്താ? നല്ലൊരു പാട്ടാന്ന് തോന്നി. മോള് സെലക്ട് ചെയ്തതാണോ അതോ? അല്ല, ഒരു അച്ഛൻ പറഞ്ഞെന്താണ്, ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു അച്ഛൻ. ഓക്കെ, ആ അച്ഛൻ സജസ്റ്റ് ചെയ്തോണ്ടാണ് ഈ പാട്ട് എടുത്തത്. പഠിപ്പിച്ചു തന്നതാരാ? ഞാനും പഠിച്ചിരുന്നു, പിന്നെ ഒരു സാറ് ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു സാറിന്റെ ഹെൽപ്പും കൂടെ എടുത്തിട്ടാണ് ആഗ്നസ് ഇന്നത്തെ ഈ പാട്ട് ഇവിടെ പഠിച്ചു വന്ന് നല്ല സെറ്റ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പെർഫോമൻസ് കാണട്ടെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Voice of Goodness Season 3.
സജീവനിൽ പറന്നിറങ്ങി താപസൂര്യനായെരിഞ്ഞു കത്തും കൃത്തിലിന്നു തിങ്കളായുദിക്കണം. ശ്രീയേശുവേ വിടരണമേ നറുപുഷ്പമായി ഉറവനത്തിൽ. കണ്ണാണു നീ, കാതാണു നീ, കരളാണു നീ, എൻ മോഹസ്വപ്നം. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. കാണിക്കയായി എന്റെ ജീവിതം നൽകാം. കൂട്ടായി നീ എന്റെ കൂടെ വന്നിടേണേ. കാവൽ വിളക്കേ കാരുണ്യരൂപനേ കാത്തരുളേണമേ യേശുദേവാ. ആഗ്നസ് പാടിയിട്ട് സന്തോഷമായി തോന്നുന്നുണ്ടല്ലോ. കൂളാണ് ഇവിടെ അല്ലേ? ശരി, അപ്പൊ മോള് പാടിയ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നന്നായിരുന്നു. അമ്മയുടെ സെലക്ഷൻ ആയിരുന്നു ഈ പാട്ട്? ഇല്ല, അത് ഞങ്ങളുടെ അടുത്ത് പള്ളിയിലെ അച്ഛൻ സെലക്ട് ചെയ്ത് തന്ന പാട്ടാ. ആ, അപ്പൊ മോള് പ്രാക്ടീസ് ചെയ്യുമ്പോ അമ്മ എപ്പോഴും കൂടെ ഇരിക്കുവോ? കൂടെ ഇരിക്കില്ല, ആള് ചെയ്തോളും. മോള് തന്നെ ചെയ്തോളും, നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും പാട്ട് അത്രയും ഇഷ്ടമാണ് ആഗ്നസിനപ്പം അല്ലേ? ശരി, നമുക്ക് ചോദിക്കാം. പോളച്ചാ, ആഗ്നസിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാ? ആഗ്നസ് വളരെ മനോഹരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. ആഗ്നസിന്റെ സ്ഥലം എവിടെയാണ്? കൊടകര, തൃശ്ശൂർ. ഓക്കെ. പാട്ട് പഠിക്കുന്നുണ്ടോ? ആ, എവിടെ പഠിക്കുന്ന? അങ്ങനെ എത്ര കാലമായിട്ട്? ബാബുരാജ് മാഷ്, അന്നമനട, ചാലക്കുടി. കുറച്ച് കാലമായിട്ട് പഠിക്കണ്ട? എത്ര വർഷമായി? ഞാൻ 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്, പക്ഷെ ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. ഓ, ഇതിന്റെ ആരോഹണ അവരോഹണം പാടാൻ പറ്റുമോ ഈ രാഗത്തിന്റെ? ഞാൻ ഓർക്കണില്ല. ഇല്ല. ഓർക്കണില്ല? ശ്രമിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് പഠിക്കണ്ടെങ്കിലും ഈ രാഗത്തിന്റെ അത് നമുക്ക് അത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി എളുപ്പമുണ്ട് ഈ പാട്ട് പാടാനേ. അപ്പം അത് നന്നായിട്ട് അറിയണം. ഒരു രാഗത്തിൽ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ആരോഹണം അവരോഹണം കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ എളുപ്പമാണ്. അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ ഇത് അറിയണം, അങ്ങനത്തെ കാര്യങ്ങൾ. 20ാമത്തെ മേളകർത്ത രാഗമായിട്ടുള്ള നട്ടഭൈരവി എന്ന് പറഞ്ഞ രാഗത്തിൻ്റെ ജന്യരാഗമാണ് ഹിന്ദോളം എന്ന് പറഞ്ഞത്. ഒരുപാട് നമ്മുടെ ഭക്തിഗാനങ്ങളുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ ഭക്തിഗാനമുണ്ട് ഇതിൽ. ഓർമ്മയുണ്ട് ആഗ്നസിന്? അറിയോ? ഈ അടുത്ത കാലത്ത് മരിച്ച ജസ്റ്റിൻ അച്ഛൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പാട്ടുണ്ട്, നമ്മുടെ മഹാഗായകൻ പാടിയിട്ടുള്ളത്. കർത്താവാം യേശുവേ. കേട്ടുണ്ടത്? സംശയം. ഓക്കെ, നല്ല സെലക്ഷനാണ് പാട്ടിൻ്റെ, നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷനാണ് പാട്ട്. മോൾക്ക് ബ്രീത്തിങ് സ്വല്പം കഷ്ടപ്പാട് അനുഭവപ്പെട്ടിരുന്നു തോന്നുന്നു. ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ പാടുമ്പോൾ നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി വേണം. അപ്പോൾ എന്ത് ചെയ്യണം, ചില പ്രാണായാമമൊക്കെ പ്രാക്ടീസ് ചെയ്യണം, ബ്രീത്തിങ് ടെക്നിക്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻഡ് ഫ്രേസുകളിലേക്കൊക്കെ എത്തുമ്പോൾ ശ്രുതി മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടാണ്ട് വരുമ്പോൾ ശ്രുതി കുറേശ്ശെ ഡ്രോപ്പ് ആവും ശ്രുതി. മനസ്സിലായി? അപ്പോൾ പ്രാണായാമ അതൊരു പ്രൊഫഷണൽ ടെക്നിക്കാണ് മ്യൂസീഷ്യൻസിൻ്റെ ബ്രീത്തിങ് എക്സസൈസ്. പാട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായു തന്നെയാണ്. വായുബലം ഉള്ളതിൻ്റെ അതനുസരിച്ചാണ് നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്നത്. ഇപ്പം നന്നായി പാടി, പക്ഷെ കുറേയും കൂടി അതിനെ മനോഹരമാക്കാൻ പറ്റണമെങ്കിൽ ഈ വായുബലം കൂടി നമുക്കൊരു സ്വത്താണ്. നമ്മുടെ ഒരു മ്യൂസീഷ്യൻ്റെ വെൽത്ത് ആണ് ശരിക്കും വായുബലം എന്ന് പറയുന്നത്. ഈ പാട്ട് പഠിച്ചിട്ട് ഇപ്പം എത്ര കാലമായി എന്ന് പറയണേ? ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് റൗണ്ടിലേക്കുള്ള. ആണല്ലേ?
നല്ല ശബ്ദമുണ്ട് മോൾക്ക്, നല്ല ശബ്ദമാണ്, ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. അതിൽ പിന്നെ എൻ മോഹ സ്വപ്നം അതൊക്കെ ഉച്ചാരണം കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ കാരുണ്യരൂപ രൂപ എന്നുള്ള വാക്കാണ്, രൂപനെ രൂപനെ, അത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കണം. രൂപനെ രൂപ അക്ഷരം അങ്ങനെയാണ് എല്ലാവരും പാടുന്നത്. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ, അല്ലേ? അങ്ങനെ ഒന്ന് പാടാൻ പറ്റുമോ നോക്കിയിട്ട്? ഇനി ചേരാനുണ്ട്. ബെറ്റർ ബെറ്റർ. അപ്പൊ നല്ല ആശംസകള്, നല്ല ഗായികയായിട്ട് മാറട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായി പാടി. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. ആഗ്നസ്, എന്തോ? ആഗ്നസ് വളരെ മനോഹരമായിട്ട് ഈ പാട്ട് പാടിയല്ലോ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. മോൾക്ക് ഞാൻ നോക്കിയിട്ട് നല്ല ശബ്ദമുണ്ട്, നല്ല പ്രസൻസ് ഉള്ള വോയിസാണ്, നല്ല ഗെയിൻ. അത് ഏത് റേഞ്ചിൽ പാടിയാലും അത് നല്ല ഭംഗിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് ചിലർക്ക് കിട്ടുന്നൊരു വലിയൊരു അനുഗ്രഹമാണ്, ചിലർക്ക് മാത്രം കിട്ടുന്ന അനുഗ്രഹമാണ്. അപ്പം അതിൽ മുകളിൽ അങ്ങനെ ഒരു അനുഗ്രഹീത വോയിസ് ഉള്ള ഒരു സിംഗറാണ്. ഓക്കെ, അപ്പം അത് നന്നായി ഈ പാട്ടിൽ ഉടനീളം പ്രതിഫലിച്ച് കാണുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. ഇത് ഒത്തിരി നാളായോ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ പാട്ട്? ആ, പക്ഷെ ഈ എക്സാമിന്റെ ടൈമിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായില്ല. വീട്ടില് ഇവരൊക്കെ പാടുമോ പാരന്റ്സ്? അങ്ങനെ പാടുമൊന്നുമില്ല, പണ്ട് അങ്ങനെ പാടില്ല. ഓക്കെ, രണ്ടുപേർക്കും പാട്ട് ഇഷ്ടമാണ്. അപ്പോ അതിന്റെ ഒരു ഇതായിരിക്കാം, ദൈവം ആൾക്ക് കഴിവായി കൊടുത്തതായിരിക്കും. അനിയൻ പാടുമോ? പാടില്ല, പാടാൻ ഇഷ്ടമില്ല. അതെന്താ? പാടാൻ ഇഷ്ടമില്ല. അത് ചേച്ചിക്ക് വിട്ടുകൊടുത്തിരിക്കാന്ന് തോന്നുന്നു. ചേച്ചി പാടിക്കോളൂ, ഞാൻ കേട്ടോളാം, അല്ലേ? ഓക്കെ, എന്തായാലും മോളുടെ പാട്ടിൽ പല സ്ഥലങ്ങളിലും മോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് വന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറേ ഭാഗങ്ങൾ ശ്രുതി കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. കാരണം നമ്മൾ ചില സ്ഥലങ്ങൾ ഭയങ്കര പ്രൊഫഷണലായിട്ട് തോന്നും, അറ്റ് ദ സെയിം ടൈം ചില സ്ഥലങ്ങൾ ഇത്തിരി വീക്കായിട്ടുണ്ട്. അപ്പം അത് നന്നാക്കി വരണം. ആ ഒരു പ്രത്യേകിച്ച് ഒരു ഏരിയ, പ്രത്യേകിച്ച് ശ്രുതിയാണ് ഒന്നും കൂടെ മോള് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അതിന് കർണാട്ടിക് മ്യൂസിക് ഒത്തിരി കാലമായില്ല പഠിക്കുന്നു. അപ്പം ഈ പ്രത്യേകിച്ച് നമ്മളൊരു പാട്ട് എടുക്കുകയാണെങ്കിൽ അത് അനലൈസ് ചെയ്യണം. അത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ രാഗം എന്താണ്, അതിൻ്റെ സ്വരസ്ഥ, അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ആരോഹണം അവരോഹണം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പല റൗണ്ട്സും ഇനിയും വരും. അപ്പം ആ സമയങ്ങളിലൊക്കെ ഇതൊക്കെ ഈ അറിവ് എപ്പോഴും പാട്ട് പാടാൻ ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, എന്തായാലും മോളുടെ പാട്ട് ഇഷ്ടമായി, പക്ഷെ കുറച്ചുകൂടെ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം. പേടിയുണ്ടായിരുന്നോ? ഇല്ലേ? എന്തായാലും ചെറിയൊരു എന്തായാലും നന്നായിട്ട് പാടി, എന്തായാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു തോന്നി ചില സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ടായിരിക്കാം ഈ നമുക്ക് വാക്കുകൾ കൃത്യം വരാത്തതും, അല്ലെങ്കിൽ ഈ ബ്രീത്ത് കൃത്യമായിട്ട് എത്താത്തതും. അച്ഛൻ പറഞ്ഞ എക്സസൈസൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് പേടിയൊക്കെ തോന്നിക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്രീത്ത് എടുക്കുക, അത് വിടുക. അപ്പം അങ്ങനെ ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് പാട്ടിന് മുന്നേ തന്നെ ചെയ്താൽ തന്നെ നമ്മൾ കുറേ കൂടെ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. ആഗ്നസ്, എന്തോ? ആഗ്നസ് നല്ല സെലക്ഷൻ ഓഫ് സോങ് നന്നായിട്ട് പാടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്, നല്ലൊരു പാട്ടുകാരി ഒരാള്, രണ്ടുപേരുടെ ആഗ്രഹം പോലെ അല്ലേ? അങ്ങനെയാണ് ചില കാര്യങ്ങൾ ഈശോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചില കാര്യങ്ങൾ നമുക്ക് സാധിച്ചു തരും. അപ്പം മോള് അത്രയും ഇനി ഹൈറ്റ്സിലോട്ട് പോകണം കേട്ടോ. ഇവരെ പ്രൗഡാക്കിക്കൊണ്ടിരിക്കണം.
അപ്പം അങ്ങനെ ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ കേട്ടോ. ഈ പാട്ട് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. സെമി ക്ലാസിക്കൽ റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ഉണ്ട്. പക്ഷെ ഇത് മ്യൂസിക് കോമ്പസിഷനിൽ തന്നെ ഒരു കോണ്ടംപററി സ്റ്റൈലും കൂടെ കൊണ്ടുവന്നിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ്, നമുക്ക് കേൾക്കുമ്പോഴും പ്രേക്ഷകർക്കും അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇറ്റ്സ് എ നൈസ് സെലക്ഷൻ ഓഫ് സോങ്. എനിക്ക് തോന്നിയ മോളുടെ ഈ പാട്ടിലോട്ട് ഇച്ചിരിയും കൂടി ഒന്ന് ഇറങ്ങാനുണ്ട്. മേ ബി എക്സാമിൻ്റെ ബുദ്ധിമുട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പരീക്ഷയുടെ ഒരു ടൈം ആയിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും ഇച്ചിരിയും കൂടി ഒന്ന്, പ്രത്യേകിച്ച് ആരാണോ പാട്ട് പഠിപ്പിക്കുന്നത് അവരുടെ അടുത്ത് സെമി ക്ലാസിക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ രാഗം ബേസ് സോങ്സ് ഡെഫിനറ്റ്ലി നമ്മൾ ആ രാഗം അറിഞ്ഞിരിക്കണം, അല്ലാതെ നമുക്ക് ആ പാട്ടിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ മിസ്റ്റേക്സ് ഒക്കെ അങ്ങ് അവോയ്ഡ് ആയി കിട്ടും. നമ്മൾ മാഷിൻ്റെ അടുത്ത് പോയി ചോദിച്ച് ഇതിൻ്റെ രാഗം പഠിച്ച് ഒരു കുറച്ച് നേരം ആ രാഗം ബേസ് ചെയ്തൊക്കെ പാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഈ പാട്ട് പഠിക്കുമ്പോൾ നമുക്ക് ആ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് ഒഴിവാൻ പറ്റും. എനിക്ക് തോന്നിയ മോള് തുടങ്ങിയപ്പോൾ നന്നായിട്ട് തുടങ്ങി. പല്ലവി, അനുപല്ലവിയും ചരണവും മോള് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മോളുടെ ആ എക്സ്പ്രഷനിലും മോള് പാടുന്നതിലും ഒക്കെ റീച്ച് ആവാനും ആ കുറച്ച് രാഗത്തിൽ നിന്ന് കുറച്ചൊക്കെ ഔട്ടായി പോയി, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പല്ലവി നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. എനിക്ക് ആ വേറൊരു മിസ്റ്റേക്ക്, ആ മോള് ഒന്ന് പാട്ട് തുടങ്ങിക്ക് ആ കാവൽ ഒന്ന് പാടിക്കുക. കാവൽ ആ കാ എടുക്കുന്നതില് അങ്ങനെ ഒരു ഇക്ക വോയിസ് വരുന്നുണ്ട്, അത് വേണ്ട. കാ പ്ലെയിൻ ആയിട്ട് കാ പാടിക്കേ. ഇപ്പോഴും ഉണ്ട്. അങ്ങനെ എടുക്കണ്ട. കാവൽ വിളക്കേ, കാവൽ വിളക്കേ. ഇച്ചിരിയും കൂടി സോഫ്റ്റ് ആക്കാം. കാ പറയുന്നതിൽ ഒരു ഇക്ക വോയിസ് കയറി വരുന്നുണ്ട് എപ്പോഴും. അതുപോലെ ഈ കാരുണ്യ രൂപനെ കാത്തു എല്ലാം ഈ ബെൻഡ് വരുന്നിടത്ത് ഒരു സ്ട്രെസ് കൂടുതൽ വരുന്നത്. അപ്പം കായും ഇക്കായും ഒക്കെ വേറെ വേറെയാ. നമുക്ക് കാ പാടേണ്ടടുത്ത് കായേ പാടാവുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്താണ് ആ ബെൻഡ് വരുന്നിടത്തൊക്കെ കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ സൂക്ഷിക്കുക. എനിക്ക് തോന്നിയത് ഓവറോൾ മോള് വർക്ക് ചെയ്തു, പക്ഷെ കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്ത് ഇറങ്ങി. ഇതൊക്കെ ഈ പ്രായം എന്ന് പറഞ്ഞാൽ ഇല്ലേ, ഈ സമയമാണ് ഏറ്റവും പീക്ക്, പ്രാക്ടീസിന്റെ പീക്ക് ടൈം. കാരണം ഇങ്ങനെ ഒരു ഫ്രീ ടൈം നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ കിട്ടത്തില്ല. കാരണം ഇപ്പൊ പഠിത്തം മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ കൂടി വരും. വർക്ക് വരും, കുടുംബം വരും, പല കാര്യങ്ങളും നമുക്ക് കയറി വരും. ജോബ്, ബിസിനസ്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി വേണം പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ ടൈമുണ്ട്, പഠിത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ ഈ പീക്ക് ടൈമാണ് പ്രാക്ടീസിൻ്റെ. അപ്പം അതിന് ഒരു ഇടവേള കൊടുക്കാതെ നോക്കുകയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. എന്ത് തോന്നുന്നു? നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാർക്കിനി ചോദിക്കാലോ. നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്നില്ലേ? അനിയൻ ചോദിക്കട്ടെ ചേച്ചിക്ക് എത്ര മാർക്കാണെന്ന് ചോദിക്കട്ടെ. സിസ്ലി, ആഗ്നസ്, നെക്സ്റ്റ് ടൈം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പാടാൻ കഴിയട്ടെ കേട്ടോ. 7.5. മനോജ് ചേട്ടാ 7.5. കോളേജ അഗ്നസിന് 8. അപ്പോ ആഗ്നസിന്റെ ഈ രണ്ടാമത്തെ റൗണ്ടിലെ ഈ പാട്ടിന് ലഭിച്ചിരിക്കുന്നത് 23 മാർക്സ് ആണ് 30-ല്. ഹാപ്പിയാണോ? യെസ്. അപ്പൊ മോളെ ഇതൊരു മത്സരമാണല്ലേ. അപ്പൊ ഓരോ പാട്ടും നമ്മൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റോടെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരിക. അടുത്ത പ്രാവശ്യം മോൾക്ക് ഇനിയുണ്ട് ചാൻസ് ഈ സെക്കൻഡ് റൗണ്ടിൽ. അപ്പൊ അടുത്ത പാട്ടിന് ഇതിനെക്കാട്ടിലും മാർക്ക് വാങ്ങണം കേട്ടോ. ശരി, കാണാം. ഓക്കെ. അടുത്ത കണ്ടസ്റ്റന്റ് ദീപ്തി മരിയ മാർട്ടിൻ. വരൂ ദീപ്തി. ഹായ് ദീപ്തി. ഹലോ. സുഖായിട്ടിരിക്കുന്നോ? സുഖം തന്നെ. ഇപ്പൊ ഏത് കാറ്റഗറിയിലുള്ള പാട്ടാണ്? ലെന്റൻ ആണോ? ഓക്കെ. ഇനി എനിക്ക് നന്നായിട്ട് പാടണം എന്ന് ആഗ്രഹിച്ചല്ലേ ഇന്നിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിനുള്ള മോളുടെ ഭാഗത്തു നിന്നുള്ള ഹാർഡ് വർക്കും പ്രാക്ടീസ് ഒക്കെ ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ മോളിപ്പോ ലെന്റൻ കാറ്റഗറിയിലുള്ള പാട്ടാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് റൗണ്ടിലെ തുടക്കമാണ്. തുടക്കം ഗംഭീരമാക്കണം കേട്ടോ. പാട്ടിന് ശേഷം കാണാം. ഓക്കെ, താങ്ക് യു.
എന്തായാലും ഈ ലൈറ്റും ഈ സ്റ്റേജും അവരെ ജഡ്ജസും ഇവിടെ ഓർക്കസ്ട്ര ഇവിടെ ഒക്കെ ഇരിക്കുന്ന കാണുമ്പോ എവിടുന്നും ഇല്ലാത്ത ഒരു ടെൻഷൻ ഇടയ്ക്ക് കയറി വരും അല്ലേ? ചെറുതായിട്ട്. ചെറുതായിട്ടോ? കുറച്ച് കാര്യമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ദീപ്തിക്കുട്ടിക്ക്. ഇപ്പൊ എല്ലാം മാറിയോ? പാടി കഴിഞ്ഞപ്പം റിലാക്സ്ഡ് ആയോ? ഇനി ഒരു ചാൻസ് കൂടെ തന്നാലോ? പാടൂ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട്. പാടും. മോള് നന്നായിട്ട് പാടിയോ? നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലെന്നേ ഉള്ളോ? അച്ഛൻ അത്ര തൃപ്തി ആയിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അനിയനോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ എന്താ അച്ഛൻ ഇഷ്ടപ്പെടാതിരുന്നത്? മോൾ ഇതിലും നന്നായിട്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്തപ്പോ പാടിയിട്ടുണ്ടോ? ഇല്ല, ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, അത്ര അതുണ്ടായിരുന്നുള്ളൂ അല്ലേ? ശരി, നമുക്ക് ചോദിക്കാം. മനു ചേട്ടാ, ഞങ്ങളുടെ പാട്ട് നന്നായിരുന്നോ? പിന്നെ ദീപ്തിക്കുട്ടി അടിപൊളിയായിട്ട് പാടിയില്ല ഈ പാട്ട്. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഞാൻ നോക്കുമ്പോൾ മോള് അവിടെ വളരെ എന്താ പറയുക, യു ആർ എ നാച്ചുറൽ സിംഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഈ പാട്ടും എല്ലാ സംഭവങ്ങളും ഉള്ളിലുണ്ട്, എല്ലാം ഉള്ളിലുണ്ട്, എല്ലാം ദൈവം തന്നിട്ടുണ്ട്. അത് കുറേയൊക്കെ പുറത്ത് വരുന്നുണ്ട്. കുറേ സംഭവങ്ങൾ ഇങ്ങനെ അവിടെ കിടപ്പുണ്ട്, ഇങ്ങനെ പുറത്ത് വരാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുന്നുണ്ട്, പക്ഷെ വരില്ല. അതെന്താണെന്നറിയോ? കാരണം ചെറിയ പേടി ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ചെറുതായിട്ടുണ്ടായുള്ളൂ. ആണല്ലേ? പാടി തുടങ്ങി കഴിഞ്ഞ പിന്നെ ശരിയായി അല്ലേ? ഓക്കെ, തന്നെയാണ്. മോളുടെ ഓരോ വരികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് പറ്റിയൊരു ഫീൽ ഉണ്ടായിരുന്നു, വളരെ സിമ്പിൾ ഫീൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ടിന് വേണ്ട ഒരു ഭാവം ഉണ്ടല്ലോ, അത് മോള് വളരെ നന്നായിട്ട് ഈ പാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില സിംഗേഴ്സിന് ചില ക്വാളിറ്റീസാണ്. ചിലർക്ക് ഹൈ പിച്ച് പാടാൻ പറ്റും, ചിലർ മിഡിൽ റേഞ്ച് നന്നായിട്ട് സൗണ്ട് ചെയ്യും, ചിലർക്ക് എന്താ പറയുക നല്ല ഭാവം ഉണ്ടായിരിക്കും. അങ്ങനെ പല പല ക്വാളിറ്റീസാണ് ഓരോ സിംഗേഴ്സിനും. മോളിൽ ഞാൻ കണ്ടൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലാൻസാണ്, സംഗതികൾ. അതിങ്ങനെ വളരെ അനർഗളമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെറുതെ ഒരു വരി പാടിയാലും അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ പ്ലാൻസ് അതിൽ വന്നു നിൽക്കും. അത് നല്ലൊരു സിംഗറുടെ ഒരു ക്വാളിറ്റിയാണ്. അത് ചിലർക്ക് കിട്ടുന്നൊരു അനുഗ്രഹമൊക്കെയാണ് അത്. ഇപ്പോൾ മോൾക്കത് ധാരാളമായിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഓരോ പാടി വന്ന ഓരോ വരികളുടെ അവസാനം ഉണ്ടല്ലോ, ആ എൻഡ് ചെയ്യുന്നത്, അത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു പല സ്ഥലങ്ങളിലും. പ്രത്യേകിച്ച് ക്രൂസിൻ്റെ മാറിൽ ഞാൻ പലയിടത്തും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്നേഹമാണെന്ന്. അപ്പോൾ അവിടെയൊക്കെ എൻ്റെയൊക്കെ വളരെ ഭംഗിയായിട്ട് മോള് പാടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മോളെല്ലാം എന്താ പറയുക, നല്ല ടാലൻറ്റഡ് ആണ്. എനിക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യണ്ടോ, പഠിക്കുന്നുണ്ടോ? കർണാട്ടിക്. അപ്പോൾ കർണാട്ടിക് കണ്ടിന്യൂ ചെയ്യണം. വീട്ടിൽ ആരെങ്കിലും പാട്ടുകാരുണ്ടോ? ചെറുതായിട്ട് പാടും. ഡാഡി പാടും അല്ലേ? ആഹാ. മമ്മിയോ? അമ്മ ചെറുതായിട്ട്. ഈ പാടുന്നോണ്ട് ആൾക്ക് ഇത്തിരി നാണുണ്ടെന്നുള്ളൂ. പാട്ടൊക്കെ പാടും. മോനോ, അനിയൻ? അവൻ ചെറുതായിട്ട് പാടും. ആണല്ലേ? അവൻ പാടില്ല എന്ന്. ഓക്കെ, അപ്പൊ മോൾക്ക് നല്ല അനുഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു, ശ്രുതിയൊക്കെ ചെറുതായിട്ട്. അത് പേടികൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു കുറവാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഭയത്തിൻ്റെ ആ ഒരു രണ്ടും ചേർന്നപ്പോൾ അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതർവൈസ് യു ആർ എ ബ്ലെസ്സഡ് സിംഗർ, ടാലൻറ്റഡ് സിംഗറാണ്. അപ്പോൾ ആ പേടിയൊക്കെ ഒന്ന് മാറ്റി അടുത്ത തവണ കുറേ കൂടെ ഒക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് ആ പേടി എന്നുള്ള സംഭവം എടുത്ത് കളഞ്ഞ് നന്നായിട്ട് വരിക, നന്നായിട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. പോളച്ചാ? ദീപ്തി മരിയ നന്നായി പാടി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോളുടെ ശബ്ദമാണ്. നല്ല മനോഹരമായിട്ടുള്ള ശബ്ദമാണ്. നല്ല വോയിസിന് നല്ല പ്രൊഫഷണലിസം ഉണ്ട്. പിന്നെ വോയിസ് നല്ല ഗെയിൻ അല്ലെങ്കിൽ നല്ല റെസണൻസ് വോയിസിൽ. നിങ്ങൾ ചെവിയിൽ ഇത് വെച്ച് ഹെഡ്ഫോൺ വെച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആ വേരിയേഷൻസ് അറിയാൻ പറ്റും. നല്ല മുഴക്കമാണ് ശബ്ദത്തിൽ. അത് തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അങ്ങനത്തെ ഒരു ശബ്ദം കിട്ടുക എന്നുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെയാണ്. മോൾക്കത് ദൈവം കനിഞ്ഞ് തന്നിരിക്കുകയാണ്. അപ്പോൾ നന്നായി പാടി. ഞങ്ങൾക്കൊരു റെക്കോർഡ് കേൾക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ശരിക്കും പാട്ടിൽ. അതേസമയം തന്നെ ഉച്ചാരണം കുറച്ചും കൂടിയും ശരിയാക്കാണ്ട് പല സ്ഥലത്തും. ഇവിടെ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഉച്ചാരണം
ദൈവ സ്വഭാവം എന്ന് പറയണ്ടേ, അവിടേക്ക് ഇങ്ങനെ ഒതുങ്ങി അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ സമക്ഷം, കായുണ്ടല്ലോ സമക്ഷം, കേൾക്കണം ശരിക്കും അതുപോലെ. പിന്നെ ഉത്ഥിതൻ, അതേപോലെ ഉത്ഥിതൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ. ഞാൻ മുമ്പും സിംഗേഴ്സിനോട് പറഞ്ഞിരുന്നു, അതായത് ഈ എന്താ പറയുക, ടെക്സ്റ്റ് ഏരിയയിലേക്ക് നമ്മളധികം വർക്ക് ചെയ്യില്ല, നമ്മൾ മെലഡിയിൽ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. അത് ഓക്കെ, മെലഡി നന്നായി ശ്രദ്ധിക്കണം, അതാണ് അതിൻ്റെ മെയിൻ. പക്ഷെ അതേസമയം തന്നെ ഉച്ചാരണം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പാട്ടിൽ. പ്രത്യേകിച്ച് അത് നമ്മളൊരു പാപബന്ധം, ആ ബന്ധം ഒരു റെക്കോർഡിംഗ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ അവിടെ ഗെയിൻ ഉണ്ടാവണമെങ്കിൽ ഈ വക കാര്യങ്ങളിൽ നമ്മളുടെ ഹോൾഡ്, നമ്മുടെ ശക്തി നമ്മൾ തെളിയിക്കണം. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് അതിനെ തള്ളികളയാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഗായകരുടെയൊക്കെ ആ ഉച്ചാരണം വളരെ മനോഹരമാണ്. അത്രയ്ക്കധികം അവർ എഫർട്ട് എടുക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു മലയാള ഗ്രാമർ കൃത്യം അറിയുന്ന ഒരു അധ്യാപകനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്, നീട്ടി വെക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഫർട്ട് എടുത്താലേ നടക്കുള്ളൂ. തനിച്ച് നമ്മളത് അന്വേഷിച്ച് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ വരും. അപ്പോൾ നല്ല പാട്ടാണ്. അപ്പോൾ നന്നായി പാടി മോള്. ഓൾ ദ ബെസ്റ്റ്. നല്ല ഗായികയും വരട്ടെ. എല്ലാവിധ ആശംസകളും നേരും. താങ്ക് യു. സിസ്ലി. ദീപ്തി, എന്തോ എന്താ ചിരി, എന്താണ് കോൺഫിഡൻസ്? ഇതൊക്കെ പാട്ടുപാടി ഇപ്പൊ എവിടെയായിരുന്നു? ഞങ്ങക്ക് സത്യം പറഞ്ഞാൽ ദീപ്തി വളരെ ടാലന്റഡ് ആണ്. പക്ഷെ ഈ ടാലന്റിന്റെ ഇപ്പൊ ഈ സെക്കൻഡ് റൗണ്ടിൽ പോലും നമുക്കൊരു 50% താഴെ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടുള്ളൂ. ഇനി ഹിഡൻ ആണ് പല കാര്യങ്ങളും. ഈ മുത്തുച്ചിപ്പി പോലെ നമ്മളിങ്ങനെ തുറന്ന് ഡിസ്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ശരിക്കുള്ള പേളിനെ നമ്മൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം മോള് ചില സമയത്ത് പാടുന്ന ആ വോയിസ്, അച്ഛനും മനുചേട്ടനൊക്കെ പറഞ്ഞ പോലെ ആ വോയിസിന്റെ ക്ലാരിറ്റി, ടോൺ, പിന്നെ ആ ഒരു കൊടുക്കുന്ന ഫീലിംഗ് എല്ലാം വളരെ നല്ലതാണ്. പക്ഷെ മോളുടെ ഒരു കാര്യം മാത്രമാണ് മോളെ പിടിച്ചിങ്ങനെ നിർത്തുന്നത്, ആ ഒരു മുഴുവനായിട്ട് തരാതെ. എന്താണെന്നറിയോ, ഇവരെല്ലാവരും പറഞ്ഞ പോലെ പേടി. ആ പേടി എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് മോളിങ്ങനെ പിടിച്ച് ഇങ്ങനെ നിർത്തുന്നത്. ഐ എം ഷുവർ മോൾ ഇതിന്റെ 2 ഇരട്ടി ഭംഗിയായിട്ട് വീട്ടിൽ പാടുന്നുണ്ടാവും അല്ലെ. ഈ ഒരു പേടിയുടെ ഇതുകൊണ്ടാണ് നമുക്ക് ആ ഫുള്ളായിട്ട് പുറത്ത് വരാത്തത്. അപ്പൊ ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണം. എത്ര നാള് വെയിറ്റ് ചെയ്യണ്ടേ? മോൾക്ക് ആരെയാ പേടി? ആരെയും പേടിയില്ല. ആരെയും പേടിയില്ല. പിന്നെ ഈ ലൈറ്റ്സിനെ പേടിയാ? ഇല്ല. പിന്നെ രമ്യ ചേച്ചിയെ പേടിയാ? അപ്പൊ അന്ന് ഓർക്കസ്ട്ര ചേട്ടന്മാരായിരിക്കും. പിന്നെ എന്തിനാണ് ഭയക്കുന്നേ? ചുമ്മാ ഒരു പേടി അല്ലേ? അപ്പോ ഭയത്തിന് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സാധാരണ പറയുന്നത് നമുക്ക് ഭയം ഉണ്ടാവുന്നത് വെൻ യു ആർ അൺസർട്ടൺ അബൌട്ട് സർട്ടൻ തിങ്സ്, ഷ്യൂരിറ്റി ഇല്ലാത്തപ്പോഴാന്ന് പറയും. അപ്പൊ മോള് ശരിക്കും പാട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉള്ളപ്പോ ഭയം വരേണ്ടതല്ല. അപ്പൊ കൂടുതൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈശോനെ മാത്രം നോക്കി മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങ് പാടുക. വേറെ നമ്മളെല്ലാരും കോമന്റ്സ് പറയുന്നത് നമ്മൾ ആരും വഴക്കു പറയണില്ലല്ലോ, ഉണ്ടോ? ഇല്ല. ദേഷ്യപ്പെടുന്നില്ല, വഴക്കു പറയുന്നില്ല. വളരെ സ്വീറ്റ് ആയിട്ട് കുറച്ച് കറക്ഷൻസ് പറയും. അപ്പൊ അത് നിങ്ങൾ പഠിച്ചിട്ട് വന്നാൽ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നിയത് മോൾക്ക് ഇച്ചിരിയും കൂടി വാ തുറന്ന് പാടാനായിട്ടൊന്ന് പരിശ്രമിക്കണം. ഈ മുഖമില്ലേ, നമ്മൾ മുഖം ഇച്ചിരി ഇതിന് നമുക്ക് ചിരിച്ചു പാടാൻ പറ്റില്ല, ഈ ലെന്റിൻ തീമാണ്. എന്നാലും നമ്മുടെ ലിപ്സും നമ്മുടെ ഈ വായുടെ ഭാഗവും ഇച്ചിരി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എനിക്കായി എന്ന് വെച്ചാൽ ചിരിക്കാനല്ല, ബട്ട് ആ ഭാഗം വെച്ച് മോൾ ഇച്ചിരി കൂർപ്പിച്ചാണ് മുഖം വെക്കുന്നത്. അപ്പം എല്ലാം ഓ ഓ ഓ ആ ഒരു ഫീലിലേക്ക് പോകുന്നുണ്ട്. കുറച്ചും കൂടെ വാ അടഞ്ഞു പോകും. ഇപ്പം എനിക്കായി, ആയി എന്നുള്ള വാക്കൊക്കെ കേൾക്കണമെങ്കിൽ നമ്മൾ വാ കുറച്ചും കൂടെ തുറന്നാലേ ആയി കേൾക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇച്ചിരിയും കൂടി മൗത്ത് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഇത് ഫിയർ പോകുമ്പോൾ തന്നെ നമ്മുടെ ഈ മസിൽസ് ഒക്കെ ഇച്ചിരി ഒന്ന് ഫ്രീ ആവും. ആ ഫിയർ ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി ഒരു കൺസ്ട്രെയിൻഡ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബേസിക്കലി ഇതിൻ്റെ എല്ലാം കോർ റീസൺ പേടിയാണ്. അപ്പൊ ആ പേടിയാണ് നമുക്ക് ഇനി ഒന്ന് ഓവർകം ചെയ്ത് വരേണ്ടത് കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ ഈ സ്റ്റേജിലൊക്കെ നിന്ന് അവരുടെ വീട്ടിൽ പാടുന്ന പോലെയാ പാടുന്നത്. അത്രയ്ക്കും പരിചയമായി അവർക്കൊക്കെ കേട്ടോ. അപ്പൊ നമ്മളിനി റൗണ്ട്സ് മുമ്പോട്ട് പോകുന്തോറും ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് ഈശോയെ നോക്കി അങ്ങ് പാടുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇനി മാർക്ക് അറിയാനും പേടിയുണ്ടോ? ഇല്ല. ഇല്ല.
അത് എത്രയായാലും കുഴപ്പമില്ല, അങ്ങനെയാണോ? എത്ര വേണമെന്ന് ആഗ്രഹിക്കുന്നൊന്നുമില്ലേ? ഇല്ല. ഇല്ല. അപ്പൊ ശരി, കുഴപ്പമില്ല. പൊളിച്ചാ ദീപ്തി മരിയ മനോഹരമായി പാടിയതുകൊണ്ട് 8.5. താങ്ക് യു അച്ഛാ. ഓക്കെ. മനോജേട്ടാ, ദീപ്തി മരിയ, എന്തോ അടുത്ത തവണ എന്തായാലും ഞാൻ തരാൻ പോകുന്ന മാർക്കിനേക്കാൾ കൂടുതൽ തരും. അപ്പോൾ ഇപ്പോ മാർക്ക് എത്ര? അതെന്തിനാന്നറിയോ? ഈ പേടിയൊക്കെ കളഞ്ഞ് മോൾക്ക് 8.5. താങ്ക് യു. സിസ്ലി, ദീപ്തിക്ക് എനിക്കൊരു 9.5 തരുന്ന ഒരു കാലത്തിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എല്ലാം ഹിഡൻ ആണ്. ഈ ഹിഡൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി കണ്ടുപിടിച്ച് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഈ എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ടല്ലോ കണ്ടുപിടിക്കാൻ. അപ്പൊ അതിന് ഇപ്പൊ 8.5. ബട്ട് ഷുവർ ആയിട്ട് 9.5 മേടിക്കണം അടുത്ത റൗണ്ടിൽ കേട്ടോ. ഗോഡ് ബ്ലെസ്. ദീപ്തി വിചാരിച്ചിട്ടില്ല ദീപ്തിക്ക് ഇത്രയും മാർക്ക് കിട്ടുമെന്ന്, അല്ലേ? ശരിക്കും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു വിറച്ച്. അപ്പൊ എന്തായാലും സെക്കൻഡ് റൗണ്ടിലെ തുടക്കത്തില് ദീപ്തിക്ക് ലഭിച്ചിരിക്കുന്നത് 25.5 മാർക്സ് ആണ് 30-ല്. നിങ്ങൾ ഹാപ്പിയാണോ? ഓക്കെ ആണ്. അത് മതി, ആ മാർക്ക് മതി. ദീപ്തി, ഇനി പോയിട്ട് അടുത്ത പാട്ടായിട്ട് വരുമ്പോ ഈ ടെൻഷൻ എല്ലാം എടുത്ത് കളഞ്ഞ് കൂടുതൽ മാർക്കും വാങ്ങി വേണം ഇവിടുന്ന് പോവാൻ. ഓക്കെ? പ്രോമിസ്? പ്രോമിസ്. ആ ശരി, ഓക്കെ ഓക്കെ, ബൈ. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ കണ്ടസ്റ്റന്റിലേക്ക് പോവാം. ലെന റോസ്. വൈറ്റ് കളറൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഏത് കാറ്റഗറിയിലുള്ള പാട്ട് പാടാനാണ് റെഡി ആയിട്ട് വന്നിരിക്കുന്നത്? ഞാൻ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ. സെമി ക്ലാസിക്കൽ, ഓക്കെ. ലെനനെ സംബന്ധിച്ച് ലെനനെ ഞങ്ങൾക്ക് അറിയാവുന്നിടത്തോളം വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര പാഷനേറ്റ് ആണ്, പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. അപ്പം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി മോൾക്ക് കിട്ടുമ്പം അത് ശരിക്കും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളും കൂടെയല്ലേ? അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, മോളിപ്പം ഓരോ തവണ പാട്ട് സെലക്ട് ചെയ്ത് പാട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം ഏത് പോയിന്റിലാണ് മോൾക്ക് തോന്നുന്നത് ഓക്കെ ഇപ്പൊ ഞാൻ നന്നായി പാടുന്നുണ്ട്, ഞാൻ സാറ്റിസ്ഫൈഡാ, ഞാൻ റെഡിയാണ് സ്റ്റേജിലേക്ക് കയറാൻ എന്ന് എപ്പോഴാണ് മോൾക്ക് തോന്നുന്നത്? കുറേ പ്രാവശ്യം പാടി കഴിയുമ്പോഴും തൃപ്തി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അപ്പൊ പപ്പനെ കേൾപ്പിക്കും. പപ്പയാണ് എന്നെ പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ പപ്പനെ കേൾപ്പിക്കും. പപ്പ ഓക്കെ പറഞ്ഞ പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പൊ ഇപ്പൊ പപ്പയുടെ ഓക്കെ കിട്ടിയോ? കിട്ടി. പക്ഷെ പപ്പ പെട്ടെന്ന് അങ്ങനെ ഓക്കെ പറയുന്ന ഒരാളാണോ? അങ്ങനെയല്ല, അല്ല, കറക്റ്റ് ആയിട്ടെല്ലാം പാടി കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ ഈ പ്രാവശ്യം പപ്പയുടെ ഓക്കെ തംസ് അപ്പ് കിട്ടിയിട്ട് അതിലാണ് ഇന്നിപ്പോ വീണ്ടും വന്നിരിക്കുന്നത്. കോൺഫിഡൻസ് ലെനയുടെ മുഖത്ത് തന്നെ ഉണ്ട്. വളരെ റിലാക്സ്ഡ് ആണ്, കൂളാണ്, ബ്രില്യന്റ്. അപ്പൊ സൂപ്പർ ആയിട്ട് ഈ ഒരു പാട്ടും പാടാൻ പറ്റട്ടെ. പാട്ടിന് ശേഷം കാണാം. താങ്ക് യു.
ലെന പറഞ്ഞു അച്ഛൻ ഓക്കെ പറഞ്ഞാൽ അവിടെ മനസ്സിലായി എന്റെ പാട്ടെല്ലാം പെർഫെക്റ്റ് ആണ്, ഞാൻ നന്നായി പാട്ട് പാടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നിന്നാൽ പെർഫോമൻസ് കണ്ടിട്ട് എങ്ങനെയാണ്? ഓക്കെ ആണോ? കുറച്ചും കൂടെ ഓക്കെ ആവാനുണ്ടോ? അത്ര ഓക്കെ അല്ല, കുറച്ചും കൂടി ഓക്കെ ആവാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അതെ. അയ്യോ മോളെ, വീട്ടില് പാടിയപ്പോൾ പക്ഷെ ഓക്കെ ആയിരുന്നു. അല്ല, ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ തിരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളത് അങ്ങനെ പാടി പഠിച്ച് അത് ശീലമായി പോയി. അപ്പൊ തെറ്റ് പഠിച്ച് അങ്ങ് ശീലായി പോയോ? ശീലമായി പോയി. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്താണ് ഉണ്ടാവുന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ലെനനെ ആരെ പാട്ട് പഠിപ്പിച്ചു തരുന്നത്? അച്ഛൻ തന്നെയല്ലേ? അപ്പൊ ഇങ്ങനെ അത് തെറ്റ് പഠിച്ചു പോകുന്നത്? അത് ഞാനില്ലാത്ത സമയത്ത് അവള് തന്നെ ഇരുന്ന് കേൾക്കും, എന്നിട്ട് അവള് തന്നെ പഠിക്കും. പിന്നെ നമ്മളത് എന്തോരം പറഞ്ഞാലും ചിലപ്പോ ശരിയാവും, പിന്നെ ശരിയാവണ്ടാവുമ്പോ ഞാൻ പറയും എന്നാ നീ അങ്ങനെ പഠിക്കുന്നു. നിന്റെ ഇഷ്ടത്തിന് അങ്ങ് പാടിക്കൊന്നല്ല, അടിച്ച വഴിയെ വന്നില്ലേ പോയ വഴി അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. എന്താ ലെന ഇത്രയും വലിയ കുട്ടിയായിട്ട് ഇപ്പൊ ലെനക്ക് അറിയാം എന്തുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഈ മിസ്റ്റേക്ക് ചെയ്യണേ? അതിപ്പോ ഈ പാട്ടിന് 2-3 പ്രാവശ്യം ഞാൻ കോമ്പറ്റീഷൻസിന് പാടി. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പാടിയത്. അത് കഴിഞ്ഞിട്ടാണ് എന്റെ മിസ്റ്റേക്ക് പറയണേ. മാറ്റാൻ ടൈമിലാണ് കുഴപ്പം. അതെന്താണ് അച്ഛൻ അങ്ങനെ കോമ്പറ്റീഷന് പോകുമ്പോ ആദ്യമേ തന്നെ ഇത് കറക്റ്റ് ചെയ്യണ്ടേ? അതിന് ഇവള് കോമ്പറ്റീഷന് പോണ തലേദിവസമാണ് എന്നോട് പറയാ നാളെയാണ് കോമ്പറ്റീഷൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ എനിക്ക് സമയം ഉണ്ടാവില്ല. ശരി, നീ പഠിച്ച പോലെ അങ്ങ് പാടെന്ന് പറയും. അപ്പൊ ഞാൻ പറയാം അവളുടെ അടുത്ത് നീ പഠിച്ച പോലെ പാട്, കോമ്പറ്റീഷൻ അല്ലേ, ഇപ്പൊ അതിൽ തോൽവിയും ജയവും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇങ്ങോട്ട് വരരുത്. ഇത് കോമ്പറ്റീഷൻ, ഇവിടുന്ന് കപ്പ് തന്നെ വാങ്ങിച്ചിട്ട് പോണം എന്ന് തന്നെ വിചാരിച്ചിട്ട് വേണം വരാൻ. ആയിക്കോട്ടെ, അങ്ങനെ ആവാം. ഓക്കെ, അപ്പൊ ലെന, അപ്പൊ അച്ഛൻ പറഞ്ഞതിനകത്ത് അപ്പൊ മോളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അപ്പൊ ആ ഒരു ഏരിയ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ, ഇനി അങ്ങനെ ആവരുത്. അപ്പൊ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് പാട്ടിനെ കുറിച്ച് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. യെസ് സിസ്ലി. ലെന, ഇപ്പോഴാണ് ഞങ്ങക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാവുന്നത് കേട്ടോ. വീട്ടില് യുദ്ധമാണ്. അതാണ് കൊച്ചിന് ഇവിടെ വരുമ്പോ ഒരു കോൺഫിഡൻസ്, ഇവിടെയെങ്കിലും ഒരു സമാധാനം കിട്ടുന്നോർത്ത്. വീട്ടിലോ യുദ്ധമാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല. അത് ഫസ്റ്റ് ഞാൻ പാടാൻ പോയ സമയത്ത് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം കോമ്പറ്റീഷന് പാടി കഴിഞ്ഞിട്ടാണ് ഞാൻ പപ്പയുടെ അടുത്ത് പറയണേ, സ്റ്റേറ്റിൽ പോവാൻ സമയത്താണ് പറയണേ. അപ്പോൾ പപ്പ പറഞ്ഞു ഇത് തെറ്റാണ്, ഇവിടെ പഠിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് കറക്റ്റ് ചെയ്യാനേ പറ്റണില്ല. ശരി. അപ്പൊ ഈ കോമ്പറ്റീഷന് വിൻ ചെയ്തൊന്നും അപ്പനോട് പറഞ്ഞില്ല? അതൊക്കെ പറഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മോളുടെ റെൻഡിഷൻ, ദാറ്റ് കോൺഫിഡൻസ്, ആ ഒരു എന്താ പറയാ, പാട്ടിനോട് കാണിക്കുന്ന ആ ഒരു നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി ഫോക്കസ് ചെയ്ത് പാടുന്ന കേൾക്കുമ്പോൾ അറിയാം. നമുക്ക് ഒരു പാട്ടിനെ ഇങ്ങനെ അകറ്റി നിർത്തിയല്ല മോള് പാടുന്നത്, അത് ഉൾക്കൊണ്ട് തന്നെ ഹൃദയത്തിലോട്ട് എടുത്താണ് അത് പാടുന്നത്. സോ അതിൻ്റെ ഒരു വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ട ആ ഹമ്മിങ് നന്നായിരുന്നു, അത് നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹമ്മിങ് നമുക്കിങ്ങനെ എന്താ പറയുക, ഈ സ്റ്റേജിലൊക്കെ നിന്ന് പാടുമ്പോൾ കോമ്പറ്റീഷൻ സ്ട്രെസ്, അത് ബിഗിനിങ് ഓഫ് ദി സോങ്, ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഓർക്കസ്ട്ര ഇല്ല, വെറും ശ്രുതിയിൽ വേണം നമ്മൾ പാടാൻ. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ജേർക്കും ഒക്കെ ഒരു ചളുക്കവും ഒക്കെ വരും. പക്ഷെ മോള് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഹമ്മിങ്സ് ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു, നന്നായിട്ട് പാടി. പിന്നെ നല്ല ബ്രീതിങ്, നല്ല ചില സ്ഥലങ്ങളിലൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു. അനുപല്ലവിയും ചരണവും ഫസ്റ്റ് ലൈൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചില ഭാഗങ്ങളൊക്കെ പാടുന്നതൊക്കെ നല്ല മുത്തുപോലെ ഇരുന്നു കേട്ടോ. ഓർക്കസ്ട്രയും നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ലെനയോടൊരു സജഷൻ ഉള്ളത്, ലെനയുടെ ഈ ഒരു ലെവൽ ഞങ്ങൾ കണ്ടു. ലെന ഈ ലെവലില് അടിപൊളിയാണ്. ഇനി നമുക്കൊരു അടുത്ത സ്റ്റെപ്പിലോട്ട്, ലെന അടുത്ത റൗണ്ട്സിലോട്ട് വരുമ്പം സോങ് സെലക്ഷനിൽ അടുത്തൊരു സ്റ്റെപ്പും കൂടെ കയറണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. സോ ദാറ്റ് നമുക്ക് കൂടുതൽ നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഈ ലെവലിൽ നീ നിൽക്കരുത്, നമ്മൾ കംഫർട്ടബിൾ ആണ് ഈ ലെവലിൽ. പക്ഷെ ആ ടൈപ്പ് ഓഫ് സോങ്സ് സെലക്ട് ചെയ്ത് തന്നാൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുള്ളൂ. വി ഹാവ് ടു ഗോ ഫർദർ. അപ്പോൾ നമ്മൾ അടുത്തൊരു ലെവൽ ഓഫ് സോങ്സ്, മോളുടെ ഇച്ചിരിയും കൂടി ചലഞ്ചിങ് ആയിട്ട് മോള് തന്നെ ട്രൈ ചെയ്ത് അടുത്ത ലെവൽ ഓഫ് സോങ്സ് സെലക്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. യു ക്യാൻ, യു ആർ ടാലന്റഡ്, അതുകൊണ്ടാ പറഞ്ഞ കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ. ലെനമോൾ, യെസ് സർ, മോള് വളരെ ഭംഗിയായിട്ട് പാടി ഈ പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മോള് ആ ഒരു പാട്ടിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നമ്മൾ പാട്ട് പാടുമ്പോൾ നമുക്കത് കാണുമ്പോൾ അറിയാം. അത് മോള് വളരെ രസമായിട്ട് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ച് ആ ഒരു ബോഡി ലാംഗ്വേജും അതുപോലെ പാടുന്ന രീതി, അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നന്നായി ബ്ലെൻഡ് ചെയ്ത് പോകണ്ടായിരുന്നു.
അപ്പം അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവളൊരു കലക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഒരു കലക്കി. അപ്പോൾ എന്തായാലും വളരെ രസമായിരുന്നു. മോളുടെ വേറൊരു ക്വാളിറ്റി ഞാൻ നോക്കുന്നത്, എത്ര സ്ലോ സോങ് ആണെങ്കിലും അത് വളരെ മൈന്യൂട്ടായിട്ട് അത് പഠിച്ച് അത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ഏത് പാട്ടാണെന്നറിയോ ഏറ്റവും ബുദ്ധിമുട്ട് പാടാൻ? ഫാസ്റ്റ് സോങ് ആണോ, മീഡിയം ഫാസ്റ്റ് സോങ് ആണോ, സ്ലോ സോങ് ആണോ? ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പാടാൻ? എനിക്ക് ഫാസ്റ്റാണ് കുറച്ചുകൂടെ പാടാൻ ബുദ്ധിമുട്ട്. ഓക്കെ. നോർമലി പറയാ ഏറ്റവും സ്ലോ പാട്ടുകളുണ്ടല്ലോ, സ്ലോ പാടുന്ന പാട്ടുകളാണ് പാടാൻ ബുദ്ധിമുട്ട് എന്ന് പറയാ. പക്ഷെ മോൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ അതുകൊണ്ടായിരിക്കും വലിയ കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം മാനേജ് ചെയ്തെങ്കിലും കൊണ്ടുപോകും. ഫാസ്റ്റ് ബ്രീത്തിങ്ങും അങ്ങനെ കുറെ പ്രോബ്ലം വരും എനിക്ക്. കാരണം പ്രത്യേകിച്ച് ഒരു സ്ലോ സോങ് ആകുമ്പോൾ അതിൻ്റെ ഡൈനാമിക്സ്, അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. മറ്റേ ഫാസ്റ്റ് ആകുമ്പോൾ അതൊക്കെ പെട്ടെന്ന് പോകും. പക്ഷെ ഏറ്റവും അതുപോലെ തന്നെയാണ് ഇൻസ്ട്രുമെൻറ്റും. ഇപ്പോൾ മാനുവലായിട്ട് വായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, ഇപ്പോൾ വയലിനൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് വായിക്കാൻ ഏറ്റവും സ്ലോ ഫ്രേസസ് ഒക്കെയാണ്. അതുപോലെ തന്നെയാണ് പാട്ടും. അപ്പോൾ മോള് പക്ഷെ അത് വളരെ നാച്ചുറലായിട്ട് വളരെ ടാലൻറ്റഡായിട്ട് എന്താ പറയുക അതിങ്ങനെ റെൻഡർ ചെയ്യാണ്. എന്തായാലും പപ്പയ്ക്ക് എന്താ പറയുക ഒരു ഹാറ്റ്സ് ഓഫ് ടു യു. മോളെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും. ഒരു ഫാമിലിയിലൊക്കെ ഇങ്ങനെ ഒരു ആളുണ്ടാവുക, കറക്റ്റ് ചെയ്യുക. നല്ല ഭാവിയുണ്ട് മോൾക്ക്. പോട്ടെ. അപ്പോൾ അതുകൊണ്ട് പാട്ടിന് ഇഷ്ടപ്പെട്ട് പാട്ടിനെ പ്രണയിച്ച് പാട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റെൻഡർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. പോളിച്ചാ, ലെന മോൾ എക്സലന്റ് ആയിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. എനിക്ക് തോന്നുന്നത് ലെനയുടെ ഒരു വലിയ പ്രത്യേകത ഒരു ഭാവ ഗായികയുടെ ശൈലിയാണ്. കുറച്ച് നല്ല നിറഞ്ഞ ഭാവം കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി നന്നായിട്ടുള്ളത് പോലെ കാണുന്നു. സാധാരണ നമ്മളങ്ങനെ ഭാവം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ബേസിക്സ് കുറച്ച് ഉള്ള ആൾക്ക് അത് പറ്റുള്ളൂ. അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഭാവം പാട്ടിൽ കൊണ്ടുവരാനായിട്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു പപ്പ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര കടുംപിടുത്തം നല്ലതാണത്. കാരണം പെർഫെക്ഷനിസ്റ്റുകൾക്ക് അവരുടേതായുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. കോംപ്രമൈസ് ചെയ്യില്ല അവർ. അപ്പം അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ടാവും. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അൺലേണിങ് അല്ലെങ്കിൽ ഇറേസിങ്. നമ്മുടെ ബ്രെയിനിൽ ഒരു ട്യൂൺ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പം ഇരട്ടി നല്ലൊരു അധ്വാനം വേണം കറക്റ്റ് ചെയ്യപ്പെടാനായിട്ട്. പുതിയത് പഠിക്കാൻ അത്ര പ്രശ്നമില്ല. പക്ഷെ ഒരെണ്ണം പഠിച്ചത് മാറ്റി കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പണി അതിൽ കൂടുതലുണ്ട്. അതുപോലെ തന്നെ നല്ല ലിറിക്സാണ് ഇതിൽ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്, നന്നായി പാടി. നല്ല ആശംസകൾ, നല്ല ഭാവിയുണ്ട്. ഉയർന്ന വലിയ ഗായികയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോ അച്ഛൻ എത്ര മാർക്കാണ് ഇനി മകളുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ പ്രതീക്ഷിച്ചോണ്ട് കാര്യമില്ലല്ലോ. അല്ല, എന്നാലും പ്രതീക്ഷിക്കാലോ നമുക്ക്. ഇതൊരു കോമ്പറ്റീഷൻ ആണ്. അപ്പോ ജഡ്ജസ് അവിടെ ഇരിക്കുന്നുണ്ട്. അവര് പറയുന്ന മാർക്ക് ഏതായാലും ഓക്കെ. എന്തായാലും ഓക്കെ. അനിയത്തിക്കുട്ടിക്കും ഈ പ്രാവശ്യം അങ്ങനെ തന്നെ എന്തായാലും ഓക്കെ. അമ്മയ്ക്കും ഓക്കെ. എന്തോ നല്ല മാർക്ക് കിട്ടും അല്ലേ ലെന? നല്ല മാർക്ക് കിട്ടുമോ? നോക്കാം അച്ഛാ. നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? എത്രയാ? 9. താങ്ക് യു ഫാദർ. മനു ചേട്ടാ 9 marks. താങ്ക് യു. സിസ്ലി? ലെനിക്കും ഓർക്കസ്ട്ര ചേട്ടന്മാർക്കും എല്ലാവർക്കും ചേർത്ത് 9 marks. താങ്ക് യു മാം. അപ്പോ 27 marks on 30. ഓക്കെ, താങ്ക് യു. അഗൈൻ നല്ല മാർക്ക് തന്നെയാണ്. പക്ഷെ ലെനയെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ള രീതിയിലേ ഉള്ളൂ കേട്ടോ. ശരി, പോയിട്ട് വരൂ, കാണാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ 3 പാട്ടുകളോട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് കാണാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അപ്പോ ബൈ. സെയിൻസ് റൗണ്ടില് പള്ളിയെ കുറിച്ച് പാടുന്ന ഇതെന്ത് പാട്ട്? പാദം കഴുകി എന്നെ മുത്തിയിട്ടും നെഞ്ചോടണച്ച താഴമൂട്ടിയിട്ടും. നെക്സ്റ്റ് ടൈം ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കോറസിനുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവരെ കൊണ്ട് പാടിപ്പിക്കാം.
ഓക്കെ, റെഡിയല്ലേ? തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന്. ചാച്ചനും അമ്മയും വന്നത് കാണുകയാണ്, അവർ എൻജോയ് ചെയ്യണം മോൻ്റെ പാട്ട്. എനിക്കൊന്നും അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല ഈ പ്രായത്തിൽ. ചാച്ചനും അമ്മയും വന്ന് നിന്നിട്ട് അവരോട് മുമ്പിൽ പാടാനൊന്നും, അപ്പോൾ കാലം മാറി ഭയങ്കരമായിട്ട്. എനിക്ക് തോന്നുന്നത് ഗുഡ്നെസ്സിൻ്റെ ഒരു നല്ല ഒരു അപ്രോച്ചാണ്, ഒരു പാരൻ്റൽ സപ്പോർട്ട്. ആവേശത്തിരയത്